കൃത്യമായിട്ട് പറഞ്ഞു തരാൻ ഒരാളുണ്ട് അവിടെ നമുക്ക് തൃശ്ശൂർ. എന്തായാലും പാലയൂർ സെന്റ് തോമസ് എപ്പിസ്കോപ്പൽ ചർച്ചിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ് പാതിരാ കുർബാനയ്ക്ക് നേതൃത്വം നൽകുന്നത്. എന്തായാലും അവിടെ നിന്ന് നമുക്ക് ജേസൺ ചാമവളപ്പിലാണ് എല്ലാ വിശേഷങ്ങളും പങ്കുവയ്ക്കാൻ തൃശ്ശൂരിന്റെ മൊത്തം വിശേഷങ്ങൾ പറഞ്ഞു തരും അല്ലേ ജേസൺ? ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞു തുടങ്ങാം ആദ്യം. എന്തായാലും നേരത്തെ സുനിഷയ്ക്ക് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ജേസൺ എന്തായാലും ഹാപ്പി ക്രിസ്മസ്. ഒരു മണിക്കൂറേ ഉള്ളൂ ഇനി, 11:09 12 മണി ആവാറായി. ക്രിസ്മസ് ചടങ്ങുകളിലേക്കൊക്കെ കടന്നിട്ടുണ്ടോ ജേസൺ തൃശ്ശൂർ? തീർച്ചയായും ഇപ്പോൾ ചടങ്ങുകൾക്ക് തുടക്കം ഇപ്പോൾ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പാലയൂർ പള്ളിയിലെത്തി. പാലയൂർ പള്ളിയുടെ ചരിത്രം എന്ന് പറയുന്നത് ഇന്ത്യയിലെ രാജ്യത്തെ ക്രൈസ്തവരുടെ ചരിത്രവുമായി കൂടിച്ചേർന്ന് നിൽക്കുന്നതാണ്. AD 52 തോമസ് ലീഗ സ്ഥാപിച്ച പള്ളിയാണെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ തോമസ് ലീഗ സ്ഥാപിച്ച പള്ളിയിലാണ് മേജർ ആർച്ച് ബിഷപ്പിൻ്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷ ചടങ്ങുകൾക്ക് പാതിരാ കുർബാന ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് ഇപ്പോൾ നടക്കാൻ പോകുന്ന ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. അദ്ദേഹം കുർബാനയിൽ ചടങ്ങുകൾക്ക് വേണ്ടിയും പ്രാർത്ഥനയ്ക്കും മറ്റുമായി പള്ളിയിലേക്ക് കടക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഈ പാലയൂർ പള്ളി എന്ന് പറയുന്നത് ഏറ്റവും പുരാതനമായ ക്രൈസ്തവ ദേവാലയത്തിൽ ഒന്നാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തോമസ് ലീഗ സ്ഥാപിച്ച ദേവാലയം എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ ചരിത്രപരമായ പ്രത്യേകതകൾ ഈ പള്ളിക്കുണ്ട്. ഈ രാജ്യത്തെ ഭാരതത്തിലെ ക്രൈസ്തവരുടെ ജന്മസ്ഥലം എന്ന പേരിൽ പോലും അറിയപ്പെടുന്ന ഒരു പള്ളിയാണ്. അതോടൊപ്പം തന്നെ ഇവിടെയാണ് ആദ്യമായി ജ്ഞാനസ്നാനം നടത്തുന്നത്. ഇന്ത്യയിൽ തന്നെ ആദ്യ ജ്ഞാനസ്നാനം നടന്ന ദേവാലയമാണ് പാലയൂർ പള്ളി. നമുക്ക് മുൻകാലങ്ങളിൽ നിരവധി വിവാദങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേവാലയത്തിൽ, ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് ഇപ്പോൾ ക്രിസ്തുമസ് പാതിരാ കുർബാനയ്ക്ക് നേതൃത്വം നൽകുന്നു. അതിൻ്റെ മുന്നോടിയായി അദ്ദേഹം തിരുവസ്ത്രങ്ങൾ അണിയുന്നതിന് ഉള്ള ഒരുക്കങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. ഭക്തർ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുറത്ത് ആഘോഷം, വലിയ ആഘോഷത്തിൽ തന്നെയാണ്. നിറയെ ബൾബുകൾ, അതുപോലെ തന്നെ നക്ഷത്രങ്ങൾ, വർണ്ണ വെളിച്ചങ്ങൾ ഒക്കെ വാരി വിതറിയ ഒരു അന്തരീക്ഷത്തിൽ, അത്യാവശ്യം തണുപ്പുണ്ട്. അത്തരമൊരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ പാതിരാ കുർബാന നടക്കാൻ പോകുന്നത്. പക്ഷേ ഇതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ടായി. അല്പം മുമ്പ് ഏകദേശം ഒരു 9 മണിയോടുകൂടി ഈ ദേവാലയത്തിൻ്റെ കോമ്പൗണ്ടിൽ വെച്ച് ഒരു പരിപാടി നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ക്രിസ്മസ് കരോൾ ഗാന മത്സരം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് തുടങ്ങുന്ന സമയത്ത് പോലീസ് എത്തിയത് തടയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിൽ ഇവിടെയുള്ള വിശ്വാസികൾ അല്പം പ്രതിഷേധത്തിലാണ്. ആ കാര്യമായിരിക്കും അവർ പക്ഷേ പള്ളി വികാരി മേജർ ആർച്ച് ബിഷപ്പിനോട് സംസാരിക്കുന്നുണ്ടാവുക. ഏതായാലും അത്തരം കൂടുതൽ പ്രശ്നങ്ങളിലേക്കൊന്നും കാര്യങ്ങൾ പോയില്ല. പള്ളി അധികൃതർ അത് പള്ളി പള്ളിക്കകത്തേക്ക് മാറ്റുകയായിരുന്നു. അതോടുകൂടി ആ പ്രശ്നം അവിടെ തീർന്നതിന് ശേഷം വലിയ സന്തോഷത്തിലും ആഘോഷത്തിലുമാണ് ക്രിസ്തുവിനെ വരവേൽക്കാൻ ഒരുങ്ങുന്ന ഒരു ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷത്തിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ മേജർ ആർച്ച് ബിഷപ്പ്. സ്വാഭാവികമായും തൃശ്ശൂർ ജില്ലക്കാരനാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം മേജർ ആർച്ച് ബിഷപ്പായി ആദ്യത്തെ ക്രിസ്മസ് രാവാണ് ഇത്തവണ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും ഓരോ ദേവാലയത്തിൽ മാറി മാറിയാണ് ഇത്തരത്തിൽ ഓരോ ക്രിസ്മസ് രാവുകൾക്കും അതായത് പ്രാർത്ഥനയ്ക്കൊക്കെ നേതൃത്വം നൽകുക. ഇത്തവണ അദ്ദേഹം തിരഞ്ഞെടുത്തത് രാജ്യത്തെ ഏറ്റവും പുരാതനമായ, അതായത് തോമസ് ലീഗയുടെ ചരിത്രവുമായി ഇഴചേർന്ന് നിൽക്കുന്ന പാലയൂർ പള്ളിയിലാണ്. പാലയൂർ പള്ളിയിൽ അല്പസമയത്തിനകം തന്നെ ക്രിസ്മസ് ക്രിസ്മസ് പാതിരാ കുർബാന ചടങ്ങുകളും പ്രാർത്ഥനകളൊക്കെ ആരംഭിക്കും. ഭക്തരൊക്കെയും പള്ളിക്കകത്ത് കയറി കഴിഞ്ഞു. ഇനി അദ്ദേഹം തിരുവസ്ത്രം അണിഞ്ഞ് കുർബാനയിലേക്കും മറ്റു ചടങ്ങുകളിലേക്കും കടക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. ശരി, ജെയ്സനാണ് അവിടുന്ന് വിശേഷങ്ങൾ പങ്കുവച്ചത്. ഈ ക്രിസ്മസ് ദിനത്തിൽ ഒരു വിവാദം പോലും ഉണ്ടായ മണിക്കൂറുകളാണ് കടന്നുപോയത്. ഈ CBCI ആസ്ഥാനത്തെ ക്രിസ്മസ് ആഘോഷത്തിൽ പ്രധാനമന്ത്രിയെ വിളിച്ചതുമായി ബന്ധപ്പെട്ടൊക്കെ തൃശൂർ ഭദ്രസനാധിപന്റെ ഒരു വിമർശനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വിമർശനങ്ങളെല്ലാം അവിടെ നിൽക്കുന്നു. മറുപുറത്ത് ഇതാ സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും ആഘോഷങ്ങളുമായി ഓരോ ജില്ലകളിലും ഓരോ ദേവാലയങ്ങളിൽ ശുശ്രൂഷകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു.